പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കിയതിനെ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മൾ കർത്താവിന്റെ വചനത്തെ കാലഘട്ടത്തിനൊത്ത് വായിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ കർത്താവിന്റെ വചനം ഏത് നിലയിൽ എഴുതപ്പെട്ടിരിക്കുന്നോ ആ അർത്ഥത്തിൽ വായിക്കണം. ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിനൊത്തവണ്ണമല്ല, ആ എഴുതപ്പെട്ട കണ്ടന്റ്, എഴുതപ്പെട്ട കോണ്ടെക്സ്റ്റ്, എഴുതപ്പെട്ട ആ ഒരു റിയൽ മീനിങ്ങിൽ ദൈവവചനത്തെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ അകത്ത് ദൈവവചനം നമ്മുടെ അകത്ത് തരുന്ന ഉറപ്പ്, ഈ വചനത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളും നന്മകളും എഴുതിയിട്ടുണ്ടോ അതെല്ലാം ക്രിസ്തുവിലായ ഒരു വ്യക്തിയുടെ അവകാശം. കാരണം വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടു എന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ നൽകി. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 16-ാം വാക്യം, ദൈവം അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ നൽകി. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല പറയുന്നത്, സന്തതി എന്ന് ഏകനെ കുറിച്ച് അത്ര പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പൊ ദൈവത്തിന്റെ സന്തതി, ദൈവ സന്തതി, അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് വചനത്തെ വ്യക്തമായിരുന്നു. ഇപ്പൊ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് അബ്രഹാമിന്റെ സന്തതി ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ ആമേൻ എന്നും യെസ് എന്നുമാണ്. യെസ് ആൻഡ് ഐമാൻ, ഉവ്വെന്നും ആമേൻ എന്നും. അപ്പൊ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിന് നൽകപ്പെട്ടു. ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ട്, അത് ചില വാഗ്ദത്തങ്ങളല്ല, ചിലത് ഒഴിവാക്കി ചിലത് ചേർത്ത് പിടിച്ചല്ല, എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അത്രയും വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ ആമേൻ എന്നാണ്. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രോമിസ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഉറപ്പാണ്. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിലായ ഒരു വ്യക്തിയുടെ അവകാശം. ആരാണ് ക്രിസ്തുവിലായ വ്യക്തി? നമുക്ക് വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. നമുക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് പറയുമ്പം വീട്ടിൽ എന്ന് പറയുമ്പോൾ ആ വ്യക്തി വീട്ടിൽ എന്ന് ഉള്ള ഒരു സ്ഥലത്തെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം വലിയ പ്രശ്നത്തിൽ എന്ന് പറയുമ്പം സ്ഥലമല്ല, അനുഭവം. അദ്ദേഹം വലിയ സ്ട്രെസ്സിലാണ്, വലിയ ടെൻഷനിലാണ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലമല്ല നമ്മൾ പറയുന്നത്, ആ അനുഭവം. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത് nothing about a place, but it is about a experience. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലാകുക. അപ്പൊ എന്താണ് കഷ്ടത്തിലാവുക, പ്രയാസത്തിലാവുക, രോഗത്തിലാവുക എന്നൊക്കെ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന്റെ മനസ്സിലെ രോഗത്തിന്റെ ചിന്ത അദ്ദേഹത്തെ മുഴുവനായി നിയന്ത്രിക്കുന്നു. അദ്ദേഹം ആ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാട് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ നിയന്ത്രിക്കുന്നു. അദ്ദേഹം ആ കഷ്ടപ്പാടിന് ഒത്തവണ്ണമാണ് കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. ആ ഒരു നിലവാരത്തിൽ ഒരു വ്യക്തി എത്തുമ്പോൾ നമ്മൾ പറയും കഷ്ടതയിൽ, പ്രയാസത്തിൽ, പ്രതികൂലത്തിൽ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുക, ക്രിസ്തു ആയിരിക്കണം അവന്റെ രാജ്യം, ക്രിസ്തുവിലായിരിക്കണം അവന്റെ സന്തോഷം, ക്രിസ്തുവിലായിരിക്കണം അവന്റെ ആനന്ദം, സകലതും ക്രിസ്തുവിലാക്കി തീർക്കുന്ന ഒരു അവസ്ഥ. അതിനെയാണ് ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും ക്രിസ്തുവിലാവുക എന്ന് പറയുന്നത് അതൊരു അനുഭവമാണ്. ചുറ്റുപാടുകൾക്ക് അതീതമായി, കാണുന്ന സാഹചര്യങ്ങൾക്ക് അതീതമായി ക്രിസ്തുവിലാവുക, കർത്താവിലാവുക. എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും മറന്ന് കർത്താവിലാവുക. കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. ചുറ്റുപാടുകൾ എത്ര പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങളെ തന്നെ കവർ ചെയ്ത് ഐ എം ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്. നമുക്കറിയാം ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവദിനത്തിൽ നിന്ന് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത, മോശയാണ് 90-ാം സങ്കീർത്തനം എഴുതിയത്. സങ്കീർത്തനത്തിൽ പറയുന്ന മനുഷ്യന്റെ ആയുസ് 70, ഏറെ ആയാൽ 80. അപ്പൊ അങ്ങനെ 70-80 വയസ്സിന് അകത്ത് മരിച്ചു പോകുമെന്ന് മോശ ജനതയെക്കുറിച്ച് പറയാം. എന്നാൽ 90-ാം സങ്കീർത്തനം ആരംഭിക്കുന്ന അങ്ങനല്ല. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ എന്ന് ആരംഭിക്കുന്ന സങ്കീർത്തനത്തിൽ അത് അവസാന ഭാഗത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്: ദീർഘായുസ് കൊണ്ട് അവൻ തൃപ്തി വരുത്തും. അപ്പൊ ആർക്കാ? അതായത് ഏറിയ പ്രയാസത്തിലും ടെൻഷനിലും ഒക്കെ കഴിയുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നത് അവന് 70, ഏറെ ആയാൽ 80. അത് ശരിയാ. കാരണം ആ പ്രയാസത്തിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ.
കാരണം അത് വളരെ വ്യക്തമായി പറയുന്നു. അതിന്റെ 90-ാമത്തെ അധ്യായത്തില് മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറയുമ്പം മർത്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാകട്ടെ. 60 അതിന്റെ 5-ാം വാക്യം, അവന്റെ ഉറക്കം അവന് പുല്ലുപോലെയാണ്, അവൻ രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം വാടിപ്പോകുന്നു, കോപത്താൽ ക്ഷയിക്കുന്നു, അകൃത്യത്തെ നീ ഓർക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് 9-ാം വാക്യം പറയുക, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. 10-ാം വാക്യം, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത് വേഗം തിരികുകയും അത് പറന്നു പോവുകയും ചെയ്യും. അപ്പം മോശയുടെ റിയൽ എക്സ്പീരിയൻസ് വെച്ച് പറയുക, പ്രയാസം ആണ് മോശയുടെ ജീവിതത്തിനകത്ത്. മോശ ജനിച്ച സമയം തന്നെ ജനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ ടെൻഷനും പ്രയാസവും നടന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്താണ് മോശ ജനിക്കുന്നത്. അപ്പം ദൈവജനം മുഴുവനായി വലിയൊരു വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുക, ഭീതികരമായ ഒരു അവസ്ഥയിൽ നിൽക്കുക. ആ ഭീതി നിറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന മോശ പിന്നെ 40 വർഷം, ശരിയാണ്, അവൻ കൊട്ടാരത്തിലാണ് ജീവിച്ചതൊക്കെ. പക്ഷെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴും മോശയുടെ അകത്തറിയാം അവൻ ആരാണെന്നുള്ളത്. പിന്നത്തതിൽ ചിന്തിച്ചു നോക്കുക, ഒരു ഊഴിയ വേലക്കാരനെ കൊന്നതിന് പേരിൽ മോശ അവിടെ നിന്ന് ഓടിപ്പോവും, ഭയന്നോടിപ്പോവും, ഫറവോനെ ഭയന്നോടിപ്പോവും. പിന്നത്തെ 40 വർഷം എന്ന് പറഞ്ഞാൽ കഠിനമായ പ്രയാസത്തിൽ കൂടെ പോയ ഒരവസ്ഥ. ഇത്രോന്റെ ആടുകളെ മേച്ചുകൊണ്ട് മരുഭൂമിയിൽ വേദനയും ആ ചൂടും തണുപ്പും എല്ലാം അനുഭവിച്ച് കഴിയുന്ന ഒരു കാലം. അപ്പൊ വലിയ നെടുവീർപ്പും പ്രയാസത്തിൽ കൂടെ പോവുക മോശ. അപ്പൊ അതുകൊണ്ട് മോശ ജീവിതാനുഭവമാണ് പറയുന്നത്. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. അപ്പൊ മോശയുടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രോന്റെ ആടുകളെ മേച്ച് കഴിഞ്ഞ 30 വർഷം, അതായത് 40-ാമത്തെ വയസ്സിൽ ഇവിടെ എത്തി, കഴിഞ്ഞ 30 വർഷം മോശയുടെ ആ വേദനയിൽ മോശ ചിന്തിക്കുക, 70 ഞാൻ മരിക്കും, കാരണം എന്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രയാസമുണ്ട്. ഞാൻ എത്രയോ വലിയ ഉന്നതമായ പദവിയിലിരുന്ന ആളാണ്, രാജാവിന്റെ മകനെന്ന് രാജകൊട്ടാരത്തിന്റെ എല്ലാ പ്രൗഢിയും മഹത്വവും അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ്, അതിന്റെ എല്ലാ സുഭിക്ഷതയും അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തി, അതിന്റെ എല്ലാ ബഹുമാനവും. പക്ഷെ ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദരിദ്രനായി ഒരാടിനെ മേയ്ക്കുന്ന ഇടയനെ പോലെ, അതും വലിയ പദവിയായിട്ടൊന്നുമല്ല, അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഫറവോന്റെ വംശം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ശക്തമേറിയ ഒരു രാജവംശം. അങ്ങനെ നിൽക്കുമ്പോൾ മിദ്യാൻ എന്ന് പറയുന്ന വളരെ ചെറിയൊരു സ്ഥലം, അവിടെ ഒരു പുരോഹിതന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ചെറിയൊരു ജോലിയാണ്. അപ്പൊ ആ ഒരു നിലയിലേക്ക് മോശയുടെ ജീവിത അനുഭവം മാറി. അപ്പൊ മോശയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു അവസ്ഥയിൽ മോശ എത്തും. കാരണം മോശയുടെ 3 മാസക്കാലം എന്ന് പറയുന്നത്, ആദ്യത്തെ 3 മാസക്കാലം എന്ന് പറയുന്നത് ഭയത്തോടു കൂടിയാണ് മോശയുടെ മാതാപിതാക്കൾ മോശയെ പരിചരിച്ചത്. എന്നാൽ പിന്നുള്ള വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ അനുവാദത്തോടെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നാണ് ഈ മോശക്കുള്ള ഭക്ഷണം എല്ലാം വരുന്നത്. അത്രയും വലിയ ഒരു സുഭിക്ഷത ചെറുപ്പം മുതൽ അനുഭവിച്ചൊരു വ്യക്തിയാണ്. പിന്നെ അവിടെ നമ്മൾ ദൈവജനത്തിൽ കാണുന്നത് മോശ പഠിക്കാൻ സമർത്ഥനായി. മിസ്രൈമിലെ സകല വിദ്യയും ജ്ഞാനവും പഠിച്ചവനായിരുന്നു മോശ. അപ്പൊ അത്ര ജ്ഞാനമുള്ളവനായ മോശയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും, ഒന്ന് രാജകൊട്ടാരത്തിലെ അംഗമെന്ന് പറയുന്ന പദവി, പിന്നത്തതിൽ അവൻ പ്രാപിച്ചെടുത്ത ജ്ഞാനം, അതവന് വലിയ കാര്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ ജ്ഞാനിയാണ് എന്നത് വലിയ അഭിമാനത്തോടെ മോശയ്ക്ക് പറയാൻ സാധിക്കും. അപ്പൊ ജ്ഞാനമുണ്ട്, അതുപോലെ തന്നെ പദവിയുണ്ട്. ചരിത്രകാരന്മാർ പറയുന്ന യുദ്ധത്തിലും മോശ സമൃദ്ധനായിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോകുന്നിടത്തൊക്കെ ജയം പ്രാപിക്കുന്ന ഒരാൾക്ക് ആ രാജ്യത്ത് തന്നെ എത്രത്തോളം ബഹുമാനം അർഹിക്കുന്നു അതെല്ലാം ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മോശ. അങ്ങനെ വലിയ പ്രതാപത്തിൽ ജീവിച്ച മോശ ഇപ്പോൾ ആടിനെ മേച്ചുകൊണ്ട് നടക്കും. അപ്പൊ മോശ പറയുക, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് 70, ഏറെ ആയാൽ 80. അപ്പം അതെങ്ങനെയാ പറയുന്നത്? ഇങ്ങനെയാണ്, അതിന്റെ പ്രതാപ പ്രയാസവും ദുഃഖവും ഒക്കെ നിറഞ്ഞതാ, അത് വേഗം തീർന്നു പോകും. അപ്പൊ അവിടെ ഇത് ഈ 90-ാം സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ അത് പല സ്ഥലങ്ങളിലും ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനം. അപ്പൊ എല്ലാം കഴിഞ്ഞു, പ്രത്യാശയ്ക്കൊന്നും വകയില്ല എന്ന് പറയുന്ന
തലത്തിൽ തോന്നുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 90-ാം സങ്കീർത്തനം. എന്നാല് ആ പ്രയാസങ്ങളിൽ കൂടെ പോയ മോശ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ 90-ാം സങ്കീർത്തനവും 91-ാം സങ്കീർത്തനവും ഒറ്റ സങ്കീർത്തനമായിട്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. കാരണം 90-ാം സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ എങ്ങനെയാണ്? ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. അപ്പൊ 90-ാം സങ്കീർത്തനത്തില് ഈ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വിവരിച്ച് പറയുന്ന മോശയാണ്. എല്ലാം വളരെ വിവരിച്ച് ഡീറ്റെയിൽ ആയിട്ട് മോശ പറയും. പ്രയാസം ഇങ്ങനെയാണ്, സാഹചര്യം ഇങ്ങനെയാണ്, അവസ്ഥ ഇങ്ങനെയാണെന്നൊക്കെ മോശ പറഞ്ഞു വന്നിട്ട് പിന്നീട് മോശ 91-ാം സങ്കീർത്തനത്തിലെത്തുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നത്. കാരണം ഈ മോശയ്ക്ക് കഴിഞ്ഞ 80 വർഷത്തെ ജീവിതാനുഭവം എന്ന് പറഞ്ഞ് വളരെ വേദന നിറഞ്ഞത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 40 വർഷം. എന്നാല് ദൈവജനത്തെ വിടുവിച്ചിറക്കി മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ സീനായ് മലയുടെ മുകളില് 2 വട്ടം ദൈവത്തോട് കൂടെ വസിച്ചവനാണ് മോശ. 40 ദിവസം വീതം. ആ 40 ദിവസം, ആദ്യത്തെ 40 ദിവസം കർത്താവ് തന്നെ കൽപ്പലകയിൽ എഴുതി കൊടുത്തു. രണ്ടാമത് മോശ കൽപ്പലക ഉണ്ടാക്കിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ നമുക്ക് ആ 40 ദിവസത്തെ കുറിച്ച്, ആദ്യത്തെ 40 ദിവസം, 40 ദിവസത്തെ കുറിച്ച് പറയുന്നത് ഒരു സ്നേഹിതനോട് സംസാരിച്ചതുപോലെ മുഖാമുഖമായി ദൈവം മോശയോട് സംസാരിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മോശയുടെ ജീവിതത്തില് കഴിഞ്ഞ 80 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 40 വർഷത്തെയെങ്കിലും വളരെ കഠിനമേറിയ തന്റെ ജീവിതാനുഭവത്തിലെ വേദനകളെ മറക്കുമാറാക്കിയത് മോശ ദൈവസാന്നിധ്യത്തിനകത്തിരുന്നത്. അത്യുന്നതന്റെ മറവിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അത്യുന്നതന്റെ മറവിൽ വസിക്കാനായിട്ട് തന്നെ വിട്ടുകൊടുത്തപ്പോൾ, ആ അത്യുന്നതന്റെ മറവിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ആമേൻ, നിങ്ങൾ മറക്കരുത്, അത്യുന്നതന്റെ മറവിലായിത്തീർന്ന മോശ, ആ മോശയാണ് പറയുന്നത്. ചിന്തിച്ചു നോക്കുക. മോശയ്ക്ക് ജീവിതാനുഭവത്തിൽ മനസ്സിലായി, ഞങ്ങൾ അത്യുന്നതന്റെ മറവില്ല. ശരിയാണ്, കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം തളിച്ചതൊക്കെ ശരിയാണ്. പക്ഷെ ആ രക്തത്തിന്റെ ശക്തിയല്ല ഞങ്ങളെ സൂക്ഷിച്ചത്. ഞങ്ങൾ അത്യുന്നതന്റെ മറവിലാകിക്കൊണ്ട് ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ നിൽക്കത്തില്ല. കാരണം അവർ കണ്ടു, മിസ്രൈമെ പാളയത്തിലും ദൈവജനത്തിന്റെ പാളയത്തിലും 2 രീതിയിൽ, ഒരിടത്ത് ഇരുട്ട്, ഒരിടത്ത് വെളിച്ചം, ഒരിടത്ത് കഠിനമേറിയ മഴ, ഒരിടത്ത് ശാന്തമായ നല്ല അന്തരീക്ഷം, ഒരിടത്ത് പലതരത്തിലെ ബാധകൾ, ഒരിടത്ത് സ്വസ്ഥമായ അവസ്ഥ. അപ്പൊ ഈ മോശ ഇത് കണ്ടതാ. അപ്പൊ മോശയ്ക്ക് പറയാനുള്ള ഒരു കാര്യം, രക്തമോ അല്ലെങ്കിൽ മറ്റൊന്ന് വസ്തുവകകൾക്കല്ല പ്രാധാന്യം, അത്യുന്നതന്റെ മറവിൽ വസിക്കുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥമായ ഒരു ജീവിതം, ദീർഘായുസും ആരോഗ്യമുള്ള ജീവിതം നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ രഹസ്യമാണ് മോശ പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുക, ക്രിസ്തുവിലാകുക. ബീൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാകുക. അതായത് ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്, ഓഫീസിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം, വാഹനത്തിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം, സൂപ്പർ മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ അതൊരു സ്ഥലമാണ്. പക്ഷെ കഷ്ടത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു സ്ഥലമല്ല, അനുഭവം. നിരാശയിൽ എന്ന് പറയുമ്പോൾ അതൊരു അനുഭവമാണ്. അതുപോലെ തന്നെയാണ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ എക്സ്പീരിയൻസ്. ക്രിസ്തുവിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ജയത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിലാകും. അതായത് അനുഭവമാക്കുക, ക്രിസ്തുവിനെ അനുഭവിക്കുക. എന്റെ അകത്ത് ക്രിസ്തു, എന്റെ പുറമേ ക്രിസ്തു, എന്റെ മുൻപില് പുറകില് ഐ ആം ഫുള്ളി കവേർഡ് ബൈ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനാൽ നിറഞ്ഞിരിക്കുക, ക്രിസ്തു എന്നെ നിറച്ചിരിക്കുക, ഞാൻ ക്രിസ്തുവിനാൽ നിറഞ്ഞിരിക്കുക. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ചിന്ത, ക്രിസ്തുവിന്റെ മനോഭാവം, ക്രിസ്തുവിന്റെ പിതാവിനോടുള്ള ബന്ധത്താൽ ഞാൻ നിറഞ്ഞിരിക്കുക. ഈ ഒരു മനോഭാവത്തിലെത്തുക, അതാണ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ, ഭൂമിയുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളിൽ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനം, ഓഫീസിൽ, ഇവിടെയൊക്കെ നമ്മൾ ആളുകളോട് ഇടപെടേണ്ടതുണ്ട്. എല്ലാ ആളുകളും നല്ലവരൊന്നും ആയിരിക്കില്ല, എല്ലാ ദിവസവും നല്ല ദിവസങ്ങളായിരിക്കില്ല, എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു അവസ്ഥ ഒരുപോലെ ആയിരിക്കത്തില്ല, എല്ലാ ദിവസവും, എല്ലാ മാസവും, എല്ലാ ആഴ്ചയും നമ്മുടെ സാമ്പത്തിക നിലവാരം ഒരുപോലെ ആയിരിക്കില്ല.
അവിടെ എല്ലാം പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായേക്കാം, പല വിധത്തിൽ നമ്മൾ കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഇൻ ദാറ്റ് ഓൾ ദിസ് ട്രബിൾ യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലെല്ലാം ആണെങ്കിലും, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിലും, അതായത് ഞാൻ ഇരിക്കുന്ന ഈ കെട്ടിടത്തില് ഞാൻ അകത്താണ് ഇരിക്കുന്നത്, കെട്ടിടത്തിനകത്താണ് ഇരിക്കുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പുറത്ത് അത്യുഷ്ണമായ ചൂടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നല്ല കാറ്റാണെന്നിരിക്കട്ടെ, നല്ല പൊടിയാണെന്നിരിക്കട്ടെ, പക്ഷെ അത് എന്നെ ബാധിക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു പട്ടണത്തില് വളരെ ഇന്ന വിധത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിനെല്ലാം അതീതമായി എനിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷത്തിനകത്തിരിക്കുന്നിടത്തോളം പുറമെ നടക്കുന്ന ഒന്നും എന്നെ സ്വാധീനിക്കാത്ത പോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ പല വിധത്തിലെ നിങ്ങൾ ഒരു വിഷയം നിങ്ങൾ ഇടപെടുന്നത്, നിങ്ങൾ വിമർശിക്കുന്നവരുടെ കൂടെ ആയിരിക്കാം ഒരു വിഷയം, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിലായിരിക്കാം നിങ്ങളെ തകർത്തവരുടെ അവരുടെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലാണ്, നിങ്ങൾ ക്രിസ്തുവിലാണെന്ന് മറക്കരുത്. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിലാണെന്നുള്ളത് തിരിച്ചറിയുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും ഈസിയാണ്. നിങ്ങളുടെ മൈൻഡിനെ, ബന്ധങ്ങളെ പേടിക്കുക, മനുഷ്യരെ പേടിക്കുക, സാഹചര്യങ്ങളെ പേടിക്കുക, എല്ലാത്തിനെയും ഭയപ്പെടുക. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്നെ ഉപേക്ഷിച്ച് കളയും, ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു, അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമാകും, എന്റെ ജീവിതത്തിൽ പ്രശ്നമാകും, ഈ രോഗം വന്നാൽ, ഇന്ന രോഗമാണെങ്കിൽ ഇവിടെ വേദനയുണ്ട്, അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന രോഗമായിരിക്കുമോ, ഭയം നിങ്ങളെ വാഴുന്നെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, കർത്താവിനെ തിരിച്ചറിയുക, നിങ്ങൾ ക്രിസ്തുവിനാണെന്ന് തിരിച്ചറിയുക. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, അത്യുന്നതന്റെ മറവിലേക്ക്. അപ്പം 91 സങ്കീർത്തനത്തിൽ മുഴുവൻ കഷ്ടപ്പാടും പറഞ്ഞ മോശ. എന്നാൽ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 2 വട്ടമുള്ള 40 ദിവസത്തെ കർത്താവിന് കൂടുള്ള സംഭാഷണത്തിൽ കർത്താവിനോട് കൂടിരുന്നപ്പോ അവന്റെ ശരീരം പുതുതായിട്ട് ഇറങ്ങി വരിക, തേജോമയനായി, അവന്റെ മുഖത്ത് തേജസ്സുള്ളവനായിട്ട് ഇറങ്ങി വരിക. അവന് മനസ്സിലായി അവന്റെ ശരീരത്തിനൊരു പുതിയ ബലം. കഴിഞ്ഞ 2 വട്ടം 40 ദിവസം ദൈവസ്ഥലിൽ ഇരുന്നപ്പോ അവന്റെ ഉള്ളിൽ ഒരു ഉന്മേഷം, പുതിയ ശക്തി പ്രാപിക്കാനുണ്ട്. അവയവങ്ങൾ പുതുക്കം പ്രാപിക്കുന്നു, അവന്റെ മനസ്സ് പുതുക്കം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഇറങ്ങി വരിക. ഇതിനു മുമ്പ് ഞാനതൊരു ആ ഒരു അർത്ഥത്തിലല്ല പറയുന്നത്, എങ്കിലും മോശയുടെ മനോഭാവത്തിലുണ്ടായ മാറ്റം. മുമ്പത്തേതില് ആളുകളൊക്കെ ബഹളം വെച്ചപ്പോ എല്ലായിടത്തും ഭയന്നവനായ, ദൈവത്തിങ്കിലേക്ക് നോക്കി നിലവിളിച്ചവനായ മോശ ഇവിടെ ജനത്തോട് പ്രതികരിക്കുന്നവനായിട്ട് മാറുക, സാഹചര്യം കൊണ്ട് പ്രതികരിക്കുന്നവനായിട്ട് മാറുക. എന്താണ് ആ ദൈവ സാന്നിധ്യത്തിൽ അവൻ ഇരുന്നപ്പോ അവന്റെ പഴയ ഭയത്തിന്റെ അവസ്ഥ മാറിപ്പോയി. മുമ്പ് ആളുകളെ കണ്ട് ഭയന്നു പോയാണ്, ഭയന്നോടിയ വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ പറയാം, ദൈവഭാഗത്തുള്ള യഹോവയുടെ പക്ഷത്തുള്ളവർ ആര്? അവിടെ അന്ന് 3000 പേരെ സംഹരിച്ചു കളഞ്ഞു. അപ്പൊ മോശയുടെ അവസ്ഥ കംപ്ലീറ്റ് മാറി, സ്വഭാവം മാറി. എപ്പോഴാ? 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ. അപ്പൊ മോശ ഈ 90 സങ്കീർത്തനത്തില് കഴിഞ്ഞ 40 വർഷത്തെ അനുഭവമാണ് പറയുന്നെങ്കിൽ 91 സങ്കീർത്തനത്തില് കഴിഞ്ഞ 40 ദിവസത്തെ അനുഭവം പറയുന്നത്. കർത്താവിന്റെ കൂടെ ഇരിക്കും, അത്യുന്നതന്റെ മറവിലിരിക്കുന്നത്. അതെ, ഒരനർത്ഥവും ഭവിക്കത്തില്ല. വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീഴും. ബാധകൾ കൊണ്ട് ജനം മുഴുവൻ വലയുമ്പോൾ ആമേൻ, എനിക്ക് ഒരനർത്ഥം വരത്തില്ല. എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. അത് മോശയുടെ ജീവിതത്തിന്റെ അനുഭവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനാകുക. ക്രിസ്തുവിലായ വ്യക്തി, കാരണം വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിനാണ് നൽകിയത്. ക്രിസ്തുവിനാണ് വാഗ്ദത്തങ്ങളെല്ലാം ഇരിക്കുന്നെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ വാഗ്ദത്തങ്ങളെ അനുഭവിക്കാൻ സാധിക്കൂ. വേറൊരു മാർഗമില്ല, വേറൊരു വഴിയില്ല നമുക്ക്. ക്രിസ്തുവിലാകുക. അപ്പൊ അങ്ങനെ ക്രിസ്തുവിലായ മോശ ക്രിസ്തുവിലായിരുന്നു. മോശയും ക്രിസ്തുവിൽ തന്നെയായിരുന്നു അല്ലെ. ക്രിസ്തുവിനോടുകൂടെ നിന്ന് അനുഭവിക്കുന്ന വലിയ ധനമെന്ന് എണ്ണിന്നാണ് വചനത്തിൽ കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിലാവുക എന്നത് ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ജീവിതത്തിന്റെ അനുഭവമാകുവാനായിട്ട് വേറെ ഒരു മാർഗവും നോക്കേണ്ട. ക്രിസ്തുവിലാണ്. അപ്പൊ ഇവിടെ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നു, സർവശക്തന്റെ നിഴലിൽ പറക്കുന്നു. അപ്പൊ രാത്രിയിലെ ഭയം, രാത്രിയിലാണ് സംഹാരദൂതനോട് ഇറങ്ങിയത്. പക്ഷെ അതിനൊന്നും പേടിക്കണ്ട. പകലിലുണ്ടായ അത്യുഷ്ണമായ വെയിൽ, അല്ലെങ്കിൽ ആ ഇരുട്ട്, അതുപോലെ കൽമഴ, ഇതെല്ലാം അവിടെ വന്നു. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. വളരെ ധൈര്യത്തോടെ പറയും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് 16-ാം വാക്യം 1-ാം വാക്യത്തിൽ അത്യുന്നതന്റെ നിഴല് വസിക്കുന്നവനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം 16-ാം വാക്യത്തിൽ പറയാം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും,
എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ എന്റെ മറവിലിരിക്കുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനവും 91-ാം സങ്കീർത്തനവും, അതായത് രണ്ട് കാലഘട്ടത്തെ പറയുന്നു എന്ന് വേണം പറയാനായിട്ട്. 90-ാം സങ്കീർത്തനം കഴിഞ്ഞ മിദ്യാനിലെ 40 വർഷത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ 91-ാം സങ്കീർത്തനം സീനായ് മലയിലെ 40 ദിവസത്തെക്കുറിച്ച് പറയുന്നതാണ്. അവന്റെ സന്നിധിയിൽ വസിക്കുന്നവനിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആർ യു ഇൻ ക്രൈസ്റ്റ്? നിങ്ങൾ ക്രിസ്തുവിലാണോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്രിസ്തുവിലാവുക എന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, അതൊരു എന്താ പറയുക, അതൊരു സ്ഥലമല്ല. ഒരു സ്ഥലമല്ല. നമ്മള് പള്ളിയിൽ പോയിരിക്കുക നമ്മൾ പറയുക ഞാൻ ക്രിസ്തുവില. ആരാധനയിലായിരിക്കും പറയാം ക്രിസ്തുവിൽ. അതൊന്നും അല്ല. ആരാധനയിലായിരിക്കുന്നല്ല ക്രിസ്തുവിൽ, പള്ളിയിലായിരിക്കുന്നതും അല്ല ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവം. നമ്മൾ എവിടെയായിരുന്നാലും ക്രിസ്തുവിലായിരിക്കുക. എവിടെയായിരുന്നാലും ക്രിസ്തുവിന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ സന്തോഷം, ക്രിസ്തുവിലെ ആനന്ദം നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥ. വെല്ലുവിളികളുടെ മുമ്പിലായിരിക്കാം നിങ്ങൾ, പക്ഷെ നിങ്ങളുടെ അകത്ത് ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ക്രിസ്തു എഴുന്നേൽക്കുമ്പോൾ, ക്രിസ്തു ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമോ അവനോട് കൂടെ വെളിപ്പെടും. അതുകൊണ്ട് ചുറ്റുപാടുകൾ എന്തുമാകട്ടെ, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളെ വളച്ചൊടിച്ചു കളയുന്ന പോലത്തെ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം. ദഹിപ്പിച്ച് കളയുന്ന പോലത്തെ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം, ഞാൻ അത്യുന്നതന്റെ മറവിലാണ്. ശദ്രാക്, മേശക്ക്, ആബേദ്നെഗോ 3 പേരെ തീക്കകത്തെടുത്തിട്ടു. പക്ഷെ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന് തീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനെ എടുത്തെറിഞ്ഞു. പക്ഷെ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന് സിംഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയേലിന്റെ ജീവിതത്തില് കർത്താവിനോട് ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ അവന്റെ ജീവിതത്തില് ആ വെല്ലുവിളികളുടെ നടുവിൽ ദാനിയേലിനറിയാം, എന്നെ വിളിച്ചത് കർത്താവ് നടത്തിക്കൊള്ളുന്ന ഉറപ്പ് ദാനിയേലിനകത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും ആ സാഹചര്യങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കുക. പകരമായി നിങ്ങളുടെ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്. ഇവിടെ ദൈവവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവിടെ അത്യുന്നതനായ ദൈവം, മോസ്റ്റ് ഹൈ ഗോഡ്, അത്യുന്നതനായ ദൈവം. യെസ്, ആ ഉന്നതനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവം, അത്യുന്നതൻ. അപ്പൊ ഈ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്താണ് മറവിൽ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ചിലർ പറയുന്നത് ആ സ്ഥാനത്തിന്റെ മറവിലാണ് അദ്ദേഹം അതെല്ലാം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അയാളുടെ ആ ഇന്ന വ്യക്തിയായിട്ടുള്ള ബന്ധത്തിന്റെ മറവിലാണ് ഈ വ്യക്തി ഇതെല്ലാം ചെയ്യുന്നത്. എന്തിനും മറവിൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ആ വ്യക്തിയുടെ മറവിൽ നമ്മൾ നിൽക്കുന്ന കർത്താവിന്റെ നാമത്തിൽ. നമുക്ക് എല്ലായിടത്തും പറയാൻ ഒരു കാര്യമുള്ളൂ, ഞാൻ ആകുന്നത് എന്റെ കർത്താവിനാണ്. ആ മറവിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഹൈഡിങ് പ്ലേസ്. കർത്താവാണ് നമ്മുടെ ഹൈഡിങ് പ്ലേസ്. ദീർഘായുസ് നമ്മുടെ അവകാശമാണ്. ആമേൻ. ദീർഘായുസ് കൊണ്ട് നമുക്ക് തൃപ്തി വരുന്ന പോലെ ദീർഘായുസ് നമുക്ക് തൃപ്തി വരുത്തുന്നവനായിരുന്നു. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ പതറിപ്പോകരുത്, തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. നെവർ നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. ധൈര്യത്തോടെ, ഉറപ്പോടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളിലും കർത്താവിലാണ് ആയിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കാവൂ. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നത് അത് പ്രസക്തമായതുകൊണ്ടാണ്. നമ്മളൊരു സ്ഥലത്തിൽ ആയിരിക്കുന്നത് ആ സ്ഥലത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഒരു അനുഭവത്തിലായിരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച്, നമ്മളൊരു കഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ മൈൻഡിൽ ഫുള്ള് ചിന്ത കയറിയിരിക്കുക. നിരാശയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നിരാശ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പാടുപാട് നമ്മൾ നിരാശയ്ക്കുന്നത്. ചിലപ്പോൾ പറയാറില്ല, അയ്യോ ഭയങ്കര ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തെ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനാണ് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനാണ് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മുഖത്ത്, നമ്മുടെ ഭാവം, നമ്മുടെ സംസാരം, നമ്മുടെ പ്രകൃതിയിലെല്ലാം നമുക്ക് വിളിച്ചു പറയാൻ പറ്റും, ഐ എം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. അപ്പൊ മോശയുടെ ജീവിതത്തിനകത്ത് 40 വർഷത്തെ മിദ്യാനിലെ 40 വർഷത്തെ അനുഭവം 90-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചപ്പോൾ സീനായ് മലയിലെ 40 ദിവസത്തെ കാര്യം എഴുതി വെച്ചിരിക്കുക 91-ാം സങ്കീർത്തനം.
അത്യുന്നതന്റെ മറവിലിരിക്കുന്നവന് ദീർഘായുസ്. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ മോശ 120 വർഷമേ ജീവിച്ചുള്ളൂ. പക്ഷെ 120 വർഷം എന്ന് പറയുന്നത് നമ്മള് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ നിജപ്പെടുത്തിയ വർഷം. അതായത് അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞ വർഷത്തെ അവൻ പൂർത്തിയാക്കി. അങ്ങനെയാണെങ്കിൽ കർത്താവിൽ മറിഞ്ഞിരിക്കുന്നവന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വർഷത്തെ നമ്മൾ പൂർത്തിയാക്കും. അത് 120 എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ കർത്താവിലായപ്പോ നിങ്ങൾ നിത്യജീവനിലാണെന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് രോഗവും ശാപവും ദാരിദ്ര്യം എല്ലാം ഒന്ന് മറവേ. ക്രിസ്തുവിൽ അങ്ങ് ജീവിച്ചേ. ക്രിസ്തുവിൽ ഞാൻ സൗഖ്യമാണ്, ക്രിസ്തുവിൽ ഞാൻ സമൃദ്ധിയിലാണ്, ക്രിസ്തുവിൽ ഞാൻ ആരോഗ്യത്തിലാണ്, ക്രിസ്തുവിൽ ഞാൻ സ്വസ്ഥതയിലാണ്, ക്രിസ്തുവിൽ ഞാൻ വാഴുന്നവനാ, ക്രിസ്തുവിൽ ഞാൻ അധികാരമുള്ളവനും. അവൻ തിരിച്ചറിഞ്ഞേ. യെസ്, അങ്ങനെ വാഴാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇപ്പോൾ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവിലാണ് എന്ന രഹസ്യം തിരിച്ചറിഞ്ഞു, ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ഞങ്ങൾ ആത്മാവിൽ കാര്യങ്ങളെ പരിഗണിക്കുവാൻ പരിശുദ്ധാത്മാവ് ആക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയും പ്രയാസം വരുമ്പോൾ ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ ജീവിതത്തെ പഴിച്ചിട്ടുണ്ട്, നിരാശപ്പെട്ടിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിന്റെ സാന്നിധ്യത്തിന് വരുമ്പോൾ ആ സാന്നിധ്യത്താൽ ലഭിക്കുന്ന, ദൈവ സാന്നിധ്യത്താൽ ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളുടെയും അവകാശികളായി നിൽപ്പാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ദൈവിക സ്വസ്ഥത കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം പ്രദാനം ചെയ്യുന്ന അനുഗ്രഹം അവരിലേക്ക് ഒഴുകട്ടെ. ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുത സൗഖ്യം അവർക്കുണ്ടാകട്ടെ, അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവ് വിടുവിച്ചതിനായിട്ട് നന്ദി, ബലപ്പെടുത്തിയതിനായി സ്തോത്രം, ആശ്വാസം പകരുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ മെസ്സേജ് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കാം ഒരുമിച്ച്. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് പുസ്തകങ്ങൾ ലഭ്യമാണ്. കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.